അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുന്നത്തിൻ്റെ സ്ഥാനം എന്നുള്ള വിഷയമാണ് നമ്മൾ എല്ലാ ബുധനാഴ്ചയും 10-15 മിനിറ്റ് മനസ്സിലാക്കി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സുന്നത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ചില ആയത്തുകളും അതേപോലെ സുന്നത്തിൻ്റെ ഭാഷാപരമായ അർത്ഥവും മുൻഗാമികൾ സുന്നത്തിന് നൽകിയിരുന്ന അർത്ഥവുമൊക്കെ ചുരുക്കി മനസ്സിലാക്കി. മുൻഗാമികൾ സുന്നത്തിന് അർത്ഥം കൊടുത്തിരുന്നത് ഇസ്ലാം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. മതത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗമായിട്ടാണ് സുന്നത്തിനെ മുൻഗാമികൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തെളിവുകൾ നമ്മൾ ഹദീസുകളിലൂടെ മനസ്സിലാക്കി വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഹദീസ് അബൂ നജീഹ് ഇർബാദ് ഇബ്നു സാരിയ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകി. ആ ഉപദേശത്തിൽ ഹൃദയങ്ങളൊക്കെ വിറകൊണ്ടു. ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകുന്ന തരത്തിലുള്ള ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. വദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണുകളൊക്കെ നിറഞ്ഞുപോയി. ആ നിലക്കുള്ള ഉപദേശം. ഫഖുൽനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിനാ, മരണത്തോടടുത്ത ഒരാൾ നൽകുന്ന ഉപദേശം പോലെയുള്ള ഉപദേശം പോലെയുണ്ടല്ലോ താങ്കളുടെ ഈ ഉപദേശം. താങ്കൾ ഞങ്ങൾ നന്നായിട്ട് ഉപദേശിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വസ്സംഇ വത്ത്വാഅ, നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും വേണം. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ, അബീസീനിയക്കാരനായ കറുത്ത വർഗക്കാരനായ ഒരു നീഗ്രോ നിങ്ങളുടെ അമീറായാൽ പോലും, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം സബീബ് പോലെയുള്ള കറുത്ത ഉണങ്ങിയ മുന്തിരി, അത് ഏതുപോലെയാണോ അങ്ങനെ മുഖമുള്ള ആ ഒരു രൂപത്തിൽ മുഖമുള്ള വിരൂപനായ അടിമയാണ് നിങ്ങളുടെ അമീറെങ്കിലും നേതാവെങ്കിലും നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം, നിങ്ങൾ അദ്ദേഹത്തിനെ അനുസരിക്കണം. വഇന്നഹു മയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഭാവിയിൽ ഇവിടെ ജീവിക്കാൻ അവസരമുള്ള ആളുകൾ നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം ഭിന്നിപ്പുകൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ ഖലീഫമാരുടെ 4 ഖലീഫമാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ ഇവിടെ കാണിച്ചു തരുന്ന സുന്നത്തിനെയൊക്കെ, ചര്യകളെ, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെയൊക്കെ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങളുണ്ടാകും, അതിനെയൊക്കെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം എല്ലാ ബിദ്അത്തുകളും മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ളലാലത്താണ്, വഴികേടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദും ഇമാം തിർമിദി ഇമാം ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ
അവസാന കാലഘട്ടങ്ങളിൽ ഇഖ്തിലാഫുകൾ ഉണ്ടാകും, ഭിന്നിപ്പുകൾ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സുന്നത്തിലേക്ക് മടങ്ങുക, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതേപോലെ എൻ്റെ ഖലീഫമാർ അബൂബക്കറും ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും അവരൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത ഉപദേശം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, വലഫ്ദുസ് സുന്ന ഫീ കലാമിസ് സലഫ് يتناول السنة في العبادات وفي الاعتقادات وإن كان كثير ممن صنف في السنة يقصدون الكلام في الاعتقادات كقول ابن مسعود وأبي بن كعب وأبي الدرداء. ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, എന്താണ് പറയുന്നത്? സുന്നത്ത് എന്നുള്ള പദം സലഫുകൾ, മുൻകാലക്കാരായ ആരാണ് സലഫുകൾ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ട് സഹാബത്തും താബിഉകളും താബിഉകളും ഒക്കെയുള്ള ആ കാലഘട്ടത്തിലെ ആളുകൾ, അവരാണ് സലഫുകൾ. ഇവരെങ്ങനെയാണ് സുന്നത്തിനെ മനസ്സിലാക്കിയത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു തരികയാണ്. യതനാവലു അസ്സുന്ന ഫിൽ ഇബാദാത്ത് വൽ ഇഅ്തിഖാദാത്ത്. ഇബാദത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിലും ആരാധനാപരമായ കാര്യങ്ങളിലുമൊക്കെയുള്ള സുന്നത്താണ് അവർ ഈ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. പൊതുവെ ആമായിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും തൊട്ടു നിൽക്കുന്ന ആ ഒരു രൂപത്തിലാണ് സുന്നത്തിനെ അവർ മനസ്സിലാക്കിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഒരുപാട് ആളുകളുടെ അക്വാലുകളുണ്ട്. മുൻകാലക്കാരായ ഇമാംമാരുടെ, പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇബ്നു റജബ് റഹ്മഹുല്ലാ അറിയിക്കുന്ന വാക്ക് ശ്രദ്ധിക്കൂ. ഖാലൽ ഔസാഇ, ഇമാം ഔസാഇ പറഞ്ഞിട്ടുണ്ട്, ഫി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഔസാഇ പറയുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദഅ. ഇസ്ലാം തുടങ്ങിയത് ഒരു അപരിചിത രൂപത്തിലാണ്. ആളുകളൊക്കെ തിരിച്ചറിയാൻ അവർക്കൊക്കെ ഒരു അപരിചിതാവസ്ഥ രൂപത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ ഒരു അപരിചിതനെ പോലെ നോക്കിക്കാണുന്ന അവസ്ഥയിലാണ് ഇസ്ലാം തുടങ്ങിയത്. ആ കോലത്തിലേക്ക് തന്നെ ഇസ്ലാം മടങ്ങി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അനുസരിച്ച് അവസാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന, യഥാർത്ഥ ജീവിതം നയിക്കുന്ന മനുഷ്യനെ കണ്ടാൽ അപരിചിതനെ പോലെ കാണുന്ന അവസ്ഥ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ, ഈ വിഷയത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടാണ് ഔസായി പറയുന്നത്, അമാ ഇന്നഹു മാ യദ്ഹബുൽ ഇസ്ലാം, ഇസ്ലാം മൊത്തത്തിൽ തന്നെ എടുത്തു പോവുകയില്ല. ഇസ്ലാം പേരിന് എല്ലായിടങ്ങളിലും ഇസ്ലാം ഉണ്ടാകും. പക്ഷേ വലാകിൻ യദ്ഹബു അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, അഹ്ലുസുന്ന വൽ ജമാഅ ഇല്ലാതിരിക്കും. അത് വളരെ കുറവായിരിക്കും. സുന്നത്തിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിന്റെ കൃത്യമായ ചീട്ടയോടെ ജീവിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഹത്താ മാ യബ്ഖാ ഫിൽ ബലദി മിൻഹും ഇല്ലാ റജുലുൻ വാഹിദ്, ഒരു നാട്ടിലെ ഒരൊറ്റ ആൾ മാത്രമേ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ ഈ അഹ്ലുസുന്നയിൽപ്പെട്ട ആൾ ഉണ്ടാവുകയുള്ളൂ. അത്രമാത്രം വളരെ കുറഞ്ഞ ന്യൂനപക്ഷമായിട്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇവർ വരുമെന്നാണ് ഇമാം ഔസാഇ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, അഹ്ലുസുന്ന ഇസ്ലാം അനുസരിച്ച് കൃത്യമായി ജീവിക്കുന്ന മനുഷ്യർ, അവർ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആളുകൾ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. മുൻകാലക്കാർ സുന്നത്തിനെ മനസ്സിലാക്കിയ രൂപമാണ്. അതേപോലെ തന്നെ ഹസനുൽ ബസരി റഹ്മഹുല്ലാ പറയുന്നു, യാ അഹ്ലസുന്ന, അല്ലയോ സുന്നത്തിന്റെ ആളുകളെ, അഹ്ലസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളെ, തറഫഖു റഹിമക്കുമുല്ലാ, നിങ്ങൾ പരസ്പരം നൈർമല്യത്തോടു കൂടി നല്ല രൂപത്തിൽ പെരുമാറേണ്ടതുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിഞ്ഞു തരട്ടെ. ഫഇന്നകും മിൻ അഖല്ലിന്നാസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കരുണ കാണിക്കേണ്ടത്, പരസ്പരം സ്നേഹത്തിൽ ഇടപഴകേണ്ടത്? നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറച്ചാളുകളെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്ന് ഹസനുൽ ബസരി പറയുന്നു. അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, എന്താണ് അതിൻ്റെ അർത്ഥം? നല്ല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് സലഫുകളുടെ മാർഗം അവലംബിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരോടാണ് ഹസനുൽ ബസരി ഇത് പറയുന്നത്. അതേപോലെ തന്നെ യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ പറയുന്നു, ലൈസ ഷൈഉൻ അഗ്റബ മിന സുന്ന, സുന്നത്തിനേക്കാൾ അപരിചിതമുള്ള ഒരു വസ്തുവും ഉണ്ടാവുകയില്ല. വഅഗ്റബു മിൻഹാ മൻ യഅരിഫുഹാ, ഇനി സുന്നത്തിൽ ഏറ്റവും അപരിചിതാവസ്ഥയിലുള്ളത് എന്താണ്? സുന്നത്തിനെ അറിയുന്ന ആളുകൾ വളരെ അപരിചിതരായിരിക്കും, വളരെ കുറവായിരിക്കുമെന്ന് യൂനുസ് ഇബ്നു ഉബൈദ് നമ്മെ അറിയിക്കുകയാണ്. അതേപോലെ സുഫിയാൻ സൗരി അറിയിക്കുന്നു, ഇസ്തൗസു ബി അഹ്ലി സുന്ന ഖൈറ ഫഇന്നഹും ഗുറബാ,
നിങ്ങൾ അഹ്ലുസുന്നയെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൽപ്പെട്ട ആളുകളോട് പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. കാരണം ഫഇന്നഹും ഗുറബാ, കാരണം അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ അപരിചിതരാണ്, അവർ സമൂഹത്തിൽ കുറവാണ്, അവരെ പരിഹസിക്കുന്ന ആളുകൾ കൂടുതലാണ്, അവരെ ഇകഴ്ത്തി കാണിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് മുന്നേറണമെന്ന് സുഫിയാൻ സൗരി നമ്മെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇബ്നു റജബ് വീണ്ടും പറയുന്നു, വമുറാദു ഹഉലാഇൽ അഇമ്മ, ഈ ഇമാമുമാരൊക്കെ സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശമാക്കിയത് എന്താണെന്നറിയുമോ? തുരീഖത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി കാന അലൈഹാ ഹുവ വ അസ്ഹാബുഹു അസ്സാലിമ മിനശ് ശുബ്ഹാത്തി വശഹവാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ച മാർഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ച മാർഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ സഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന മാർഗമാണ് സുന്നത്ത്. അസ്സാലിമതു മിനശ് ശുബ്ഹാത്തി വശഹവാത്ത്, ദേഹേച്ഛകളും അതേപോലെ സംശയങ്ങളിൽ നിന്നുമൊക്കെ മുക്തമായ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ശുദ്ധമായ മാർഗമാണ് സുന്നത്തി എന്നുള്ളത് കൊണ്ട് ഈ ഇമാംമാരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലിഹാദ കാനൽ ഫുദൈൽ ഇബ്നു ഇയാദ് യഖൂൽ, ഫുദൈൽ ഇബ്നു ഇയാദ് പറയാറുണ്ടായിരുന്നു എന്താണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ മൻ അറഫ മാ യുദ്ഖിലു ഫീ ബത്നിഹി മിൻ ഹലാൽ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ തൻ്റെ വയറിലേക്ക് എന്താണോ പ്രവേശിപ്പിക്കുന്നത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണ് അഹ്ലുസുന്ന എന്നൊക്കെ ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ നിലക്കും നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള എന്താണ് ഫർളിൻ്റെ വിപരീതമായ ഫുഖഹാക്കളുടെ തഅരീഫ് നിർവചനത്തിലല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന സുന്നത്താണ്. അങ്ങനെയുള്ള കാര്യമായിട്ടാണ് സുന്നത്തിനെ മുൻകാലക്കാർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അവരൊക്കെ താബിഈങ്ങളിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സഹാബത്തിൽപ്പെട്ട ആളുകൾ പിൽക്കാലക്കാരായ ആളുകളോട് പറഞ്ഞ വാക്കുകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പിൽക്കാലക്കാരായ ആളുകൾ ചില തിന്മകളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നിസാരമാക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൂബിഖാത്തിൽ ആയിട്ട് അഥവാ വൻ പാപങ്ങളിൽ എണ്ണിയിരുന്ന കാര്യങ്ങളെ നിങ്ങൾ മുടിയേക്കാൾ നിസാരമാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഒരു നിലക്ക് എല്ലാ സുന്നത്തിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ച, സഹാബത്ത് ചെയ്ത് കാണിച്ച, അതേപോലെ താബിഈകളും താബിഈകളും ചെയ്ത് കാണിച്ച എല്ലാ കാര്യങ്ങളെയും പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്തിന് വളരെ മഹത്തരമായ സ്ഥാനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഉണർത്തുന്നത്. ഇനി നോക്കൂ, സുന്നത്തിന് പണ്ഡിതന്മാർ നൽകുന്ന നിർവചനങ്ങൾ, സാങ്കേതികമായിട്ടുള്ള ഇസ്തിലാഹിയായിട്ടുള്ള നിർവചനം നമുക്ക് 3 രൂപത്തിൽ ചുരുക്കി മനസ്സിലാക്കാം. പെട്ടെന്ന് ആ വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് സുന്നത്തിൻ്റെ സ്ഥാനം, അതിൻ്റെ മൻസിലത്ത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം, മുന്നോട്ട് പോകാം. മുഹദ്ദിസുകളായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ സുന്നത്തിന് അർത്ഥം കൊടുത്തത്, അതിനെ നിർവചിച്ചത് എന്താണ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മജ്മുഉൽ ഫതാവയിലും അതേപോലെ തന്നെ ഇമാം സിബാഇയുടെ അസ്സുന്ന വ മകാനതുഹ എന്ന ഗ്രന്ഥത്തിലുമൊക്കെ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് മുഹദ്ദിസുകളുടെ നിർവചനങ്ങൾ കാണാൻ സാധിക്കുന്നു. അത് മാ ഉസിറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ, മിൻ ഖൗലിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഔ ഫിഇലിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം, ഔ തഖരീരിൻ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, ഔ സിഫത്തിൻ ഖൽഖിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഔ ഖുലുഖിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഔ സീറത്തിൻ ബഅദൽ ബിഇസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന്, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മുഹദ്ദിസുകളുടെ നിർവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വഖദ് യുദ്ഖിലു ബഅദു മാ ഖബ്ലഹ ചില പണ്ഡിതന്മാരെയും
ഈ നുബുവത്തിന് മുമ്പുള്ള ചില സീറത്തുകളും നുബുവത്തിന് മുമ്പുള്ള ചില കാര്യങ്ങളും ഇതിലേക്ക് സുന്നത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട് എന്നാണ് മുഹദ്ദിസുകളുടെ നിർവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ, പ്രവാചകൻ മൗനാനുവാദം കൊടുത്തത്. എന്താണ് മൗനാനുവാദം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സഹാബി ഒരു കാര്യം ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്നും എതിർത്തതുമില്ല, ഒന്നും പറഞ്ഞില്ല. പ്രവാചകൻ മൗനത്തിൽ അതിനെ അംഗീകരിച്ച രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനവും സുന്നത്തായിട്ടാണ് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിപരമായിട്ടുള്ള സിഫത്തുകൾ, അതേപോലെ പ്രവാചകൻ്റെ സ്വഭാവപരമായിട്ടുള്ള സിഫത്തുകൾ, പ്രവാചകൻ്റെ ജീവചരിത്രം, നുബുവത്തിന് ശേഷമുള്ളത് അതിനെ ഉൾപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ നുബുവത്തിന് മുമ്പുള്ളതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ താരീഫിൽ നമുക്ക്, ഈ നിർവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നിദാനശാസ്ത്ര പണ്ഡിതന്മാർ, ഉസൂലി പണ്ഡിതന്മാർ എന്താണ് സുന്നത്തിന് കൊടുക്കുന്ന നിർവചനം നോക്കൂ. ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. വഫിഉലുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമാണ്. വതഖരീറുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദമാണ്. വയഖ്തലിഫൂന ഫിൽ ഹമ്മി ഫയുദ്ഖിലുഹു ബഅദുഹും ഫീഹാ വയറുദ്ദുഹു ബഅദുഹും, പ്രവാചകൻ ചെയ്യാൻ വിചാരിച്ച കാര്യം നേരത്തെ ഉള്ള നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ നിർവചനത്തിൽ ഒരു കാര്യം എക്സ്ട്രാ വന്നിരിക്കുന്നു. അതെന്താണ്? ഹമ്മ്. പ്രവാചകൻ ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ല. ഇങ്ങനെയുള്ള മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, ആ കാര്യം സുന്നത്തിൽ ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തുന്നു, ചിലർ അതിൽ നിന്ന് മാറ്റിവെക്കുന്നു. ഇതാണ് സുന്നത്തിൻ്റെ ഉസൂലി പണ്ഡിതന്മാരുടെ, നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ തഅരീഫ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അൽ ഇഹ്കാം ലിൽ ആമിദിയുടെ ഇഹ്കാം എന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ അൽ കൗകബുൽ മുനീർ ലി ഇബ്നുൻ നജ്ജാർ, ഈ ഗ്രന്ഥങ്ങൾ പല ഗ്രന്ഥങ്ങളിലുണ്ട്, 2 ഗ്രന്ഥങ്ങളുടെ പേരുകൾ മാത്രം. അപ്പോൾ ഉസൂലി പണ്ഡിതന്മാർ സുന്നത്തിന് ഇങ്ങനെയാണ് നിർവചനം കൊടുക്കുന്നത്. പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, പ്രവാചകൻ ചെയ്യാൻ വിചാരിച്ച കാര്യം പോലും അവർ ഉൾപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫുഖഹാക്കൾ, ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിച്ചത്. ഷാഫി ഫിഖ്ഹിൽ അത് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചത് കൊണ്ട് നമ്മുടെ അടുക്കലൊക്കെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ സുന്നത്തിനെ നിർവചിക്കുന്ന മാ യുഖാബിലുൽ വാജിബ്, വാജിബിന് എതിരായിട്ടുള്ള അഥവാ വാജിബല്ലാത്ത കാര്യങ്ങൾ അത് സുന്നത്ത് എന്നുള്ള നിലക്കാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിരിക്കുന്നത്. വഹിയമാദല്ലൽ ഖിതാബു അലാ തലബിഹി തലബൻ ഗൈറ ജാസിം, അല്ലാഹു തആല നിർബന്ധിച്ചുകൊണ്ട് കൽപ്പിക്കാത്ത കാര്യങ്ങളാണ് ഇത് എന്നുള്ള നിലക്കാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നിർവചിക്കുന്നത്. അല്ലാഹു ഇതിനെ ഒരു നിർബന്ധ രൂപത്തിൽ നിർബന്ധമായും ചെയ്യണം എന്നുള്ള നിലയ്ക്ക് കൽപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഈ 3 താരീഫും നമ്മളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. 3 താരീഫുകളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതുമാണ്. നമുക്കറിയാം, ഈ ഫുഖഹാക്കളുടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിർവചനം ചെയ്ത ആളുകൾ മുഹദ്ദിസുകളുടെ നിർവചനമനുസരിച്ചാണ് ജീവിതം നയിച്ചിരുന്നത് എന്നൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടാൽ, അവരുടെ ജീവിതത്തിലെ അവരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും ഒഴിവാക്കൂല. വളരെ കൃത്യമായിട്ട് അവർ ജീവിതത്തിൽ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും ഷിബിറനായിട്ട്, ദിറാഅൻ വദിറാഅ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടൊക്കെ പ്രവാചകന്റെ സുന്നത്തിനെ അവർ പിന്തുടർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കർമ്മശാസ്ത്ര പരമായിട്ട് അവർ നിർവചിച്ചത്, സാങ്കേതികമായിട്ട് അവിടെ ചില പദപ്രയോഗങ്ങൾ, മന്ദൂബ്, മുസ്തഹബ്, മുബാഹ്, ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാജിബിന് എതിരായിട്ടുള്ള, വാജിബല്ലാത്തത് സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പ്രചരിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതൊന്നും അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സുന്നത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ബഹ്സുകളിൽ, ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തഅരീഫുകളും അർത്ഥവും, സുന്നത്തിൻ്റെ ഭാഷാപരമായും സുന്നത്തിന് മുൻകാലക്കാർ നൽകിയ അർത്ഥവും സുന്നത്തിൻ്റെ നിർവചനവും നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി സുന്നത്തിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില മുഖദ്ദിമകൾ, അതിൻ്റെ ആമുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ മനുഷ്യരാണ്. അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 56
56-ാമത്തെ വചനത്തിൽ അത് കൃത്യമായി നമ്മെ അറിയിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിന്റെ വേറെയും ഒരുപാട് ആയത്തുകളിൽ ഈ കാര്യത്തെ അല്ലാഹു തആല ആവർത്തിച്ച് നമ്മെ ഉണർത്തുകയും ചെയ്തു. അതെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചത് അവർ എന്നെ മാത്രം ആരാധിക്കാനാണ്. അപ്പോൾ ആരാധന ചെയ്യാൻ, അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാനാണ് നമ്മെ സൃഷ്ടിച്ചത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ സമുദായത്തിലും ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആള് വരാതെ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ സമൂഹത്തിലേക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ റസൂൽമാർ, അതേപോലെ നബിമാർ, പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തുൻ നഹൽ 36-ാമത്തെ വചനം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹു പറയുന്നു, നാം എല്ലാ സമുദായത്തിലേക്കും റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അൻ ഇഅ്ബുദുല്ലാഹ്, അവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ വിളിച്ചാരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ ദുർമൂർത്തികളെയും അവർ ഒഴിവാക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ സമൂഹത്തിലേക്കും റസൂലുമാർ, ദൂതന്മാർ വന്നിട്ടുണ്ട്. ഫമിൻഹും മൻ ഹദല്ലാഹ് വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്ദലാല. ഓരോ ഉമ്മത്തിലും അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഓരോ ഉമ്മത്തിലും ദ്വലാലത്തിന്, അതിന് അവകാശികളായി മാറിയ ആളുകളും വഴികേടിൽ തന്നെ കഴിഞ്ഞ ആളുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ വഹ്യ്, അള്ളാഹു അറിയിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ സമുദായത്തിലേക്കും ദൂതന്മാർ വന്നിട്ടുണ്ട്. നമ്മിലേക്കും ദൂതൻ വന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇംറാൻ 164-ാമത്തെ വചനം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിൻ്റെ ഔദാര്യമായിട്ട് അല്ലാഹു നമ്മെ അറിയിക്കുന്നു, ലഖദ് മന്നല്ലാഹ്, നിശ്ചയമായിട്ടും അല്ലാഹു ഔദാര്യം ചെയ്തു, അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട്, ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചത് കൊണ്ട്, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കാൻ, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കാൻ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ ഖുർആനും ഹദീസും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാൻ, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വ്യക്തമായ വഴികേടിൽ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ അവർക്കിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ, സംസ്കരിച്ചെടുക്കാൻ എന്ന് സൂറത്ത് ആല ഇമ്രാനിലെ 164-ാമത്തെ വചനം. നമ്മിലേക്കും ദൂതൻ വന്നു, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുണ്ട് എന്ന് അത് അള്ളാഹു കൃത്യമായി നമ്മെ അറിയിക്കുന്നു. നമ്മുടെ ബാധ്യത എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊണ്ടുവന്ന ഏതൊരു വിഷയത്തെയും നിസാരമായി കാണാതെ, ഒന്നിനെയും തള്ളാതെ എല്ലാം കൃത്യമായി നമ്മൾ ഈമാനൻ താമ, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഷഹാദത്ത് ചൊല്ലുന്ന ആളുകളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത്, 2 ഷഹാദത്തുകൾ, ഈ 2 ഷഹാദത്തിൻ്റെയും അർത്ഥമറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഇപ്പോൾ സുന്നത്തിൻ്റെ വിഷയമായതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള സാക്ഷ്യവാക്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥങ്ങളിലും സലഫികളായിട്ടുള്ള എല്ലാ അധിക ആളുകളുടെയും അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്? അതിൻ്റെ നിർവചനം നോക്കൂ. തസ്ദീഖുഹു ഫീമാ അഖ്ബറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യമാണോ നമ്മെ അറിയിച്ചത് അതിനെ കൃത്യമായിട്ട് നമ്മൾ സത്യപ്പെടുത്തണം, അംഗീകരിക്കണം, സ്വീകരിക്കണം. വതഅതുഹു ഫീമാ അമറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യമാണോ നമ്മോട് കൽപ്പിച്ചത് അത് നമ്മൾ അതേപോലെ അനുസരിക്കണം. വജിതനാബു മാ നഹാ അൻഹു വസജറ. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ അടുക്കരുത്, അകന്നു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അത് പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള സാക്ഷ്യവാക്യത്തിന്റെ അർത്ഥമായി, ആശയമായി നമ്മെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി, വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഇവിടെ അള്ളാഹുവിനെ ആരാധന
ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ എങ്ങനെ ചെയ്തോ അതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇബാദത്തുകൾ ഉണ്ടാക്കാനോ തുടങ്ങാനോ പാടില്ല. പ്രവാചകൻ എങ്ങനെ കാണിച്ചു തന്നോ അതേപോലെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച രൂപത്തിൽ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തത് അതേപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഇബാദത്തല്ലേ, നല്ലതല്ലേ, അള്ളാഹുവിനോട് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള വാക്യത്തിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കൂടുതൽ പഠിക്കണം, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.